അപ്പോൾ ഞാൻ ഈ ലൈവ് ഓപ്ഷൻസ് ഇന്ന് എന്നാ റെഡി ആവുക? ഏത് വാസറിക്സ് ആണോ? ആ, ബാംഗ്ലൂരിൽ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പം അടിവാളയിലുണ്ട്. പിജിൻ വിൻറ്റേജ് ഹായ്. മൻസൂർ ഹായ്, ഹൗ ആർ യു? ഗുഡ് ബ്രോ. വാസറിക്സിന്റെ വിഡ്രോവൽ ഓപ്ഷൻസ് ഞാൻ നിങ്ങളോട് നിരന്തരം സംസാരിച്ചത്, അത് അതിന്റെ അപ്ഡേറ്റ്സ് കിട്ടാണ്ട് ഒന്നും ചെയ്യാമെങ്കിൽ ഓരോ ഭാഗത്തു നിന്നുള്ള ഡിസിഷനാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, അത്ര തന്നെ. ADA കോയിൻസ് ഞാൻ പറയില്ല, എല്ലാ ആൾട്ടിനെ കുറിച്ചിട്ടും നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആണ്. ADA ഒക്കെ ഈ പറയുന്ന ട്രംപ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ട്രംപിന്റെ ലിസ്റ്റിൽ അമേരിക്കൻ മെയ്ഡ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറയുമ്പോൾ ട്രംപ് മെൻഷൻ ചെയ്ത കോയിനാണ്. പക്ഷെ ഈ പറയുന്ന ആൾട്ട് സീസണിൽ എന്തായാലും അതിനനുസരിച്ച് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള കോയിൻ തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന ആൾട്ട് സീസണിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ മുന്നിൽ വരാനെടുക്കുന്ന മന്തിനെ കുറിച്ച് റംഷാദ് ഞാൻ പറയാം. ഒരു വേർഡ് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ വിഷയം പറയാം. കാരണം നമ്മളറിയാം ഈ ബുൾ മാർക്കറ്റ് പീക്ക് സംഭവിക്കാൻ, ഈ ബുൾ മാർക്കറ്റ് അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇടയിൽ ചോദ്യം, അയ്യോ ബുൾ മാർക്കറ്റ് അവസാനിക്കുമ്പോൾ ഇപ്പോഴും ആൾട്ടിന് മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ സൂൺ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം അതിനു മുമ്പ് റേറ്റ് കട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരാനുണ്ട്. പിന്നെ ഈ പറയുന്ന അത് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, റേറ്റ് കട്ട്സും. പിന്നെ ഈ പറയുന്ന ആൾട്ട് സീസൺ ബിറ്റ് കോയിൻ ഡോമിനൻസ് ഒരു 70% ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫോമോ പീരീഡ് ഓപ്ഷൻസ്, ഈ യുദ്ധം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ, ഡൗൺ ആയി തന്നെ ഉണ്ട്. ഇർഷാദ്, BTC ഷോർട്ട് ഓപ്ഷൻസ് നമ്മൾ ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് വെച്ചില്ല, ഈ പറയുന്ന 109K എന്ന് പറയുന്ന ഒരു മെയിൻ റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ഓൾ ടൈം ഹൈ കാണും. അതുകൊണ്ട് തന്നെയാണ് 109.2 നമ്മളത് വെച്ചത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മന്ത്ലി ക്ലോസ് ഇന്നോ ഇപ്പൊ ഇനി നമുക്കൊന്ന് നാളെ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു മന്ത്ലി ക്ലോസ് ഒരു ബിഗ് മന്ത്ലി ക്ലോസ് ആണോ സംഭവിക്കുക, അല്ല 104 ബിലോ ആണോ എന്നുള്ളത് നമ്മൾ വെയിറ്റിംഗ്. ഈ പറയുന്ന 108 അല്ലെങ്കിൽ 109 മുകളിലൊരു മന്ത്ലി ക്ലോസ് സംഭവിക്കുകയാണെങ്കിൽ BTC സംബന്ധിച്ചിടത്തോളം നല്ല ബുള്ളിഷാണ്. പ്രത്യേകിച്ച് ജൂലൈ മന്തിലേക്ക് കടക്കുകയും ഈ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 3 മാസത്തിൽ ഏതോ ഒരു മാസം റേറ്റ് കട്ട് ഉണ്ടാവുമെന്ന് പറയുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യപ്പെടാം, മാർക്കറ്റിന് വരും. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു 104Kയിലേക്ക് വരുന്നത് ഒരു ഗുഡാണ്. നൗഷാദ് സൂൺ BTC 80K എന്ന് പറയുന്നുണ്ട്. കറന്റ് അത് സംഭവിക്കുകയാണെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് കൂടി പറയണം. കാരണം കറന്റ് പൊട്ടൻഷ്യൽ 104 എപ്പോഴും മാർക്കറ്റ് നിൽക്കുകയാണ്. അതിന്റെ ബിലോക്ക് ഇപ്പോൾ എന്തെങ്കിലും ന്യൂസ് വഴി വരികയാണെങ്കിലാണ് നമ്മൾ അതിനെക്കുറിച്ച് 80K ചിന്തിക്കേണ്ടതുള്ളൂ. വളരെ സൂൺ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന BTC ഡോമിനൻസ് എന്ന് പറയുന്നത് നമ്മൾ 64 കണ്ടുകൊണ്ടിരിക്കുകയാണ്. 70ലേക്ക് വരുന്ന സമയത്തൊക്കെ BTC ആൾട്ട് സീസൺ, നമ്മൾ ആൾട്ട് സീസൺ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 6% കൂടി കയറി കഴിഞ്ഞാൽ ആൾട്ട് സീസണിന് സാധ്യത വളരെ കൂടുതലാണ്. അവിടെ നിന്ന് നല്ല രീതിയിൽ BTC ഡോമിനൻസ് റിജക്ഷൻ വരികയും അത് ആൾട്ടിന് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുകയും ചെയ്യുന്നുണ്ട്. ഒണ്ടോ കോയിൻസ് ഒരു പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഇത്തീരിയം ഈ പറയുന്ന ആൾട്ട് സീസണിൽ പെർഫോം ചെയ്യാവുന്ന ഒരു പൊട്ടൻഷ്യലുള്ള കോയിനാണ്. ബുൾറൺ നെക്സ്റ്റ് ഫോംസി മീറ്റിംഗിൽ ജൂലൈ, കുറെ ആൾക്കാർ പറഞ്ഞ് സെപ്റ്റംബറിലാണ് ഡിസിഷൻ ഉണ്ടാവുക. പക്ഷെ ഈ പറയുന്ന ട്രേഡ് വാറിന്റെ റിസൾട്ടിന്റെ ഇൻഫ്ലേഷൻ ഈ പറയുന്ന കുറവാണെങ്കിൽ എന്തായാലും ജൂലൈയിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. എബൌട്ട് എത്ത് റംഷാദ് ഞാൻ പറഞ്ഞത്, എത്തും നമ്മൾ പ്രതീക്ഷ കൽപ്പിക്കുന്ന വളരെ പൊട്ടൻഷ്യലുള്ള എന്നാൽ കറന്റ് അണ്ടർ വാല്യൂഡ് ആയ ഒരു കോയിനാണ് എത്ത്. ഡോട്ട് 8 കോയിൻസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ഡോട്ടിൽ ഞാനൊരു മിനിമം ഒരു 10 to 8 എങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെ, വിഷ്ണു പറയുന്ന ഒരു നല്ല പോയിന്റ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നവംബർ എൻഡാണെന്ന് പറയുന്നത്. ഈ പറയുന്ന നമ്മൾ ഒരിക്കലും ബുൾ മാർക്കറ്റിന്റെ പീക്ക് പിടിക്കാൻ നിൽക്കരുത്. അത് നമുക്ക് കിട്ടൂല. കാരണം നമ്മൾ വിചാരിക്കുന്ന ബുൾ മാർക്കറ്റിന്റെ പീക്ക് പിടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബിയർ മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. എപ്പോഴും ഏറ്റവും കൂടുതൽ ഫണ്ട് ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ബുൾ മാർക്കറ്റിന്റെ പീക്കിലാണ്. കാരണം ഒരു ബുൾ മാർക്കറ്റിന്റെ പീക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഫോമോ അടിക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഉദാഹരണത്തിന് ഒരു കോയിന് $10-15 ആയെന്ന് വിചാരിക്കും. ആ സമയത്ത് ഒരു പെട്ടെന്ന് ആ കോയിന് ഒരു $12 ആകുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊരു ബൈ ദ ഡിപ്പ് ഓപ്പർച്യൂണിറ്റി ആണ്, അതുകൊണ്ട് വീണ്ടും നമ്മൾ വാങ്ങും.
ചിലപ്പം ഒരു 14 വിറ്റ കോയിനാണെങ്കിൽ പോലും 11 വിൽക്കും. പക്ഷെ ആ കോയിൻ ഒരു $3 ആവാൻ പോകുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ വീണ്ടും ബൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നവംബർ ആണെങ്കിലും ഏതാണെങ്കിലും നമ്മളൊരു ബുൾ മാർക്കറ്റ് പീക്ക് എന്ത് ചെയ്യപ്പെടില്ല, ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യൂല. ഉദാഹരണത്തിന് നീ പറഞ്ഞ പോലെ 2 മാസം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോൾ ഒരു ഓൾ ടൈം ഹൈ റീബ്രേക്ക് ചെയ്യുമെന്ന് വെച്ചാൽ സോളിന്റെ സിസ്റ്റമാറ്റിക് ഈ പറയുന്ന കറന്റ് ഉള്ള ഈ പറയുന്ന സിറ്റുവേഷനിൽ അത് അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിന്റെ മിനിമം റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു ഈ പറയുന്ന ഒരു ആൾട്ടിന്റെ ഒരു ഫോമോ വരുന്ന സമയത്ത് അതിന് വീണ്ടും ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രോ, താരിഫ് 90 days ആവാറായി എന്നുള്ളത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം പക്ഷെ അതിന് മുമ്പ് തന്നെ അവർ ചൈനയുമായിട്ടും പല കൺട്രീസുമായിട്ടും ഏകദേശം ഒരു ഡീൽ എത്തിയിട്ടുണ്ട്. ആ താരിഫിന്റെ ന്യൂസിന്റെ ആ പവർ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനയുമായിട്ട് അമേരിക്ക ഒരു ഡീല് സംഭവിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഗ്യാപ്പിന്റെ ഇടയിൽ തന്നെ അവർ പലപ്പോഴായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാർക്കറ്റിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ കറന്റ് എന്ന് പറയുന്നത് 104 എന്ന് പറയുന്ന ഏരിയന്റെ അബവ് മന്ത്ലി ക്ലോസ് ഒക്കെ സ്ട്രോങ് ആണ്. കഴിഞ്ഞ ആഴ്ച 104 ബിലോ ആണ് വീക്ക്ലി ക്ലോസ് ഉണ്ടായത്. അതൊരു ബാഡ് ആയിരുന്നു. പക്ഷെ ഈ ആഴ്ച പെട്ടെന്ന് തന്നെ 104 മുകളിലേക്ക് വരികയും ഈ ആഴ്ച മൊത്തമായിട്ട് 104 മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഞായറാഴ്ചത്തെ ക്ലോസിങ് ഈ പറയുന്ന 104 അബവ് ആണെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച 104 ബിലോ ക്ലോസ് ചെയ്തത് ഇൻവാലിഡേറ്റ് ചെയ്യും. നാളെ മന്ത്ലി ക്ലോസ് വരികയാണ്. മന്ത്ലി ക്ലോസ് ഈ പറയുന്ന 108 ഒക്കെ മുകളിലാണെങ്കിൽ ബിറ്റ്കോയിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു നല്ല ഉഷാറൻ മന്ത്ലി ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് ഇന്നും നാളെ നമ്മളൊരു വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യണം. അത് 108 അബവ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂ ഓൾ ടൈം ഹൈ ബിറ്റ്കോയിനിൽ കാണാം. പക്ഷേ ഒരു 104 കൂടി ഒരു റീടെസ്റ്റ് വരുന്നത് ബെറ്റർ ഓപ്ഷൻ ആണ്. അതാണ് ഞാൻ പറയുന്നത്. ദേക്ഷന്ത് അർക്കാമ കോയിൻസ് ഞാൻ നോക്കിയിട്ടില്ല. മീം കോയിൻ എന്തോ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മീം കോയിനും ചാൻസ് ഉണ്ട്. പക്ഷെ ഏത് മീം കോയിനാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് നോക്കണം. എല്ലാ മീം കോയിൻസിലേക്കും ഫണ്ട് വരുമെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും മീം കോയിനിലേക്കും കൂടി പൈസ വന്നാൽ മാത്രമേ ഈ പറയുന്ന ഈ ആൾട്ട് സീസണിൽ നല്ല രീതിയിൽ ആൾക്കാരെ ഫണ്ട് ബ്ലോക്ക് ആവും. മാനോഷിത്ത് പറയുന്ന ഒരു കോയിന് ഞാൻ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അതിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഈ മാനോഷിത്ത് പറയുന്ന ഒരു 100K മാർക്കറ്റ് ക്യാപ്പിൽ ബിലോ ഉള്ള ബുൾ മാർക്കറ്റ് NPC എന്ന് പറയുന്ന ഒരു കോയിന് ഞാൻ പേഴ്സണലി കുറച്ച് ഹോൾഡ് ചെയ്യും. പക്ഷെ അതൊരു മീം കോയിനാണ്. അതിൻ്റെതായ വളരെയധികം റിസ്ക് ആയി എനിക്ക് എലമെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഈ നവംബറിലൊക്കെ ആൾട്ടിൽ പൈസ വരുന്ന സമയത്ത് അത്യാവശ്യം റിട്ടേൺസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പേഴ്സണലി ഞാനത് നോക്കലുണ്ട് NPC എന്ന് പറയുന്നത്. പക്ഷെ അതിലും വളരെയധികം പേഴ്സണൽ സ്റ്റഡീസ് നടത്തണം. കറന്റ് അതൊരു വളരെ ലോ ഏരിയയിലായതുകൊണ്ട് തന്നെ എന്നാൽ പോലും ഒരു പേഴ്സണൽ സ്റ്റഡീസ് നടത്തുന്നത് നല്ലതാണ്. ഹൈപ്പർ ലിക്വിഡിനെ കുറിച്ച് ഞാൻ നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. സുയി നല്ല കോയിൻസ്, നല്ല അഭിപ്രായം. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കോയിനാണ്. അത്യാവശ്യം ഇൻവെസ്റ്റിംഗ് ഇൻ MNCR സ്റ്റോക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ബുൾ മാർക്കറ്റിൽ BTC ഡിപ്പെൻഡൻസ് ആയിട്ട് MNCR സ്റ്റോക്ക് കുറേ മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ബിയർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചിലപ്പം അതിനൊരു ഫാൾ ഉണ്ടാവും എന്നറിയില്ല. ഒരിക്കലും ബിയർ മാർക്കറ്റ് വരില്ല. അത്രയും പൊട്ടൻഷ്യൽ ആൾക്കാരുണ്ടല്ലോ, അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, ബിറ്റ് കോയിൻ വാങ്ങുന്നുണ്ടല്ലോ എന്ന് തോന്നുമെങ്കിലും ബിയർ മാർക്കറ്റ് എന്തായാലും നടക്കും. പക്ഷെ അത് ചിലപ്പോൾ 150 കയറിയിട്ട് 100K ആയിരിക്കാം, ചിലപ്പോൾ 130 കയറിയിട്ട് 90K ആയിരിക്കാം, അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്തായാലും ഒരു ബിയർ മാർക്കറ്റ് സാധ്യത തള്ളിക്കളയണ്ട. ഉഷാദ് ജിദ്ദേന്റെ മെസ്സേജ് കാണുന്നില്ല. XRP ബുൾ മാർക്കറ്റ് പ്രൊഡിക്ഷൻ എക്സാക്ട് എമൗണ്ട് എങ്കിൽ പോലും കറന്റ് നിന്നൊരു കുറച്ച് എന്തായാലും ഒരു 2.1 ഒരു അബവ് 3.5 ആ ഏരിയയിൽ ആയിരിക്കണം കറന്റ്. ഒരു എമൗണ്ട് ഓഫ് ഇത് പറയാൻ പറ്റുന്നില്ല. ആക്ടം ഞാൻ നോക്കാം, വെറോസിറ്റി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. VRA അല്ലേ? നൗഷാദിന്റെ അതില്ലേ റാറ്റ്സ് സാറ്റ്സ് ORDI അതിലുള്ളൂ. ഞാൻ മറ്റേ നോക്കിയിട്ടില്ല. ING നോക്കണം. അതൊരു ന്യൂ ഓൾ ടൈം ഹൈ അടിക്കാൻ സാധ്യതയുണ്ട്. സുയി ഒരു ഫേവറേറ്റ് കോയിൻ തന്നെ, ഫെറ്റും അടിപൊളി തന്നെ. അതിൽ ചാർട്ട് വൈസ് ഞാൻ പബ്ലിക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻ മാർക്കറ്റിന്റെ
ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു. റൂണെ കോയിൻ നോക്കണം. സോൾ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ബാംഗ്ലൂരിൽ എന്താ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. ബാംഗ്ലൂരിലൊന്നുമില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നതാണ്. USDT കുറിച്ചിട്ട് ഒരു ചങ്ങായി ഇപ്പോൾ ചോദിച്ചില്ല, മിസ്സായ. USDTൻ്റെ ചോദ്യങ്ങൾ ഞാൻ കാണലുണ്ട്. വീഡിയോ കണ്ടിന് പോയി. പിന്നെ ഏതാ USDT, സോൾ, റൂണെ, ഫെറ്റ്. വേറെ മാർക്കറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. ഈ നമ്മൾ പ്രത്യേകിച്ച് നോർമൽ പുതിയ വരുന്ന ആളില്ല, പൊതുവെ ബിറ്റ് കോയിൻ ഈ ഇത്തീര്യത്തിലേക്ക് കൂടുതൽ ഒരു SIP പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ വരുന്ന അധികം ആൾ പ്രത്യേകിച്ച് ഗിവ് സം മോർ വൈബ്രന്റ് ഓഡിയോസ് ശരിയാണെന്ന് വെച്ചോ. ഞാനത് കുറച്ചും കൂടി ഡെയിലി നമ്മൾ അല്ലേ നമുക്കൊരു ആവേശം ഉണ്ടാക്കുന്നത് ഒരു കാര്യമാണ്. ഞാനത് നോക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ആവേശം വേണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരുപാട് കോയിൻസിലേക്ക് പോകുന്നതിനോടൊപ്പം കുറേ ആൾക്കാരുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അവർക്ക് മറ്റു പല പണികളും ഉണ്ട്, പക്ഷേ അവർക്ക് പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഉണ്ട്. കൂടെ ക്രിപ്റ്റോവും കൂടി ഒന്ന് മോഡേണൈസേഷൻ കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റഡ് ആവണം എന്ന് തോന്നിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കൊണ്ട് ഇതിപ്പോൾ അല്ല, കുറച്ച് നാളം കഴിഞ്ഞ് ഒരു 5 years അല്ലെങ്കിൽ ഒരു 3 years നമ്മൾ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുതല്ലോ. ഇപ്പോൾ 2013 14 ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ പറയില്ല, നിങ്ങളൊരു മന്ത്ലി ഒരു സ്മോൾ എമൗണ്ട് ബിറ്റ് കോയിനിലോ അല്ലെങ്കിൽ ഇത്തീരിയത്തിലോ ആവറേജ് ചെയ്ത് മന്ത്ലി ഇപ്പോൾ ഒരു നിങ്ങളെ സാലറീൻ്റെ ഒരു ശതമാനം ഒരു 2% അല്ലെങ്കിൽ ഒരു 3% ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. റേറ്റ് ഒന്നും നോക്കണ്ട. ബിറ്റ് കോയിൻ ഇപ്പോൾ 100K ആണ്, 100K അല്ലെങ്കിൽ 90 90K എന്ന് ഒരു ആവറേജ് ചെയ്യാം. കാരണം നമ്മൾ ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണ ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായ ക്യാഷിനെ കുറിച്ചുള്ള ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു 10,000 ശമ്പളം ഇല്ലോനായാലും 20,000 ശമ്പളം ഇല്ലോനായാലും എന്തായാലും എന്ത് ചെയ്യപ്പെടും, ഇങ്ങനെ പൈസ പോയോണ്ടിരിക്കും. നമ്മൾ ആര് എന്നാലോ ഉദാഹരണത്തിന് നമുക്കൊരു ലോണ്, നമ്മളൊരു വണ്ടി വാങ്ങി നമ്മൾ മന്ത്ലി എങ്ങനെയും ആ ലോൺ അടക്കാൻ വേണ്ടി ഒരു പൈസ നമ്മൾ കണ്ടെത്തും. ആ എമൗണ്ട് മാറ്റി വെച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ എന്ത് പ്രവർത്തനവും ചെയ്യും. അതുപോലെ ആയിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ മന്ത്ലി നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മനസ്സിൽ തന്നെ വരും 50,000 ശമ്പളമുണ്ട്, 25,000 ലോണിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലെപ്പോൾ 25,000 ബാക്കിയുണ്ടാവും. അതുപോലെ ആയിരിക്കണം. 50,000 ശമ്പളമുണ്ട്, 3,000 ഇൻവെസ്റ്റ്, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ അത് ആവറേജ് ഒരു അസറ്റ് പോലെ. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ളവർ പ്രവാസികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി. ഇന്ത്യയിൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന ടാക്സും മറ്റു കുറേ നൂലാമാലുണ്ട്. പക്ഷെ പ്രവാസികൾക്ക് എനിക്ക് തോന്നുന്നത് ഈ UAE-ലും ഒമാനിലും ഖത്തറിലും അവിടെയൊക്കെ നിൽക്കുന്ന ബിനാൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ചാൻസാണ് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. MSTR സ്റ്റോക്ക് കറൻ്റ്ലി നല്ല ബിറ്റ് കോയിൻ റിലേറ്റഡ് നല്ല രീതിയിൽ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ പറയുന്ന നമ്മുടെ മൂപ്പർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും പ്രതീക്ഷ. USDT-ൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രത്യേകിച്ച് കുറേ ആൾക്കാർക്ക് ഈ പറയുന്നത് എങ്ങനെയാണ് സെല്ല് ചെയ്യുക ബൈ ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. നമ്മൾ പേഴ്സണലി മനസ്സിലാക്കുക. കാരണം P2P മാർക്കറ്റിനെ മാത്രം ഇതാക്കരുത്. കാരണം അതിലൊരുപാട് ഏത് ഫീൽഡിലും പോലെ ക്രിപ്റ്റോ ഫീൽഡ് എന്ന് പറയുന്നത് തട്ടിപ്പിനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഈ ഫീൽഡിലുള്ളതിന് നമുക്ക് ഒരുപാട് ഫ്രോഡ് പരിപാടിയും കൂടിയും ഓൾ ഇൻ ഓൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന USDT സെയിലായാലും ബൈ ആയാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന ഫണ്ട് നല്ല ഫണ്ടാണോ, നമ്മുടെ ബാങ്കിൽ നിന്ന് പോകുന്ന ഫണ്ട് നമ്മൾ ഈ പറയുന്ന ഡീലിംഗ് ഒക്കെ. അതുകൊണ്ട് USDT സെല്ലിങ് ഓപ്ഷൻസ് ഒക്കെ മുഹമ്മദ് കൈമുട്ടി എന്തൊന്നും മനസ്സിലാകുന്നില്ല. അത് കണ്ണൂർ റഷീദ് ബോസ് പിന്നെ ഇൻവെസ്റ്റിംഗ് ആണ്. പിന്നെ ഇതാണ്. അപ്പം പ്രത്യേകിച്ച് പ്രവാസികൾ വളരെയധികം ഈ പറയുന്ന ഫീൽഡിലേക്ക് ശ്രദ്ധ കൊടുക്കണേ. കാരണം നല്ല ഓപ്പർച്യൂണിറ്റിയാണ് പ്രവാസികൾക്ക്. എന്തെന്ന് വെച്ചാൽ ആരോട് ചോദിക്കുന്നു വേണ്ട, ആരോടും നിങ്ങൾ ഇതിടണോ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടത്തണോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ ബിനാൻസ് അക്കൗണ്ടിൽ നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ട്രസ്റ്റുമായിട്ട് നിങ്ങൾ പറയുന്ന എല്ലാ കോയിൻസും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പറയുന്ന ചെറിയ പൈസയുടെ കോയിൻ വാങ്ങിയാൽ പോരെ, ആ കോയിൻ വാങ്ങിയാൽ പോരെ, ഈ കോയിനാണെങ്കിൽ ബിറ്റ് കോയിനിൽ ഇപ്പോൾ എത്ര കൂടിയാണ് എത്ര ലാഭം, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അതിക്കും ഉണ്ടാകുന്നൊരു വിഷയമാണ്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ക്രിപ്റ്റോയിലേക്ക് വരും.
എന്നിട്ട് നമ്മൾ എന്താ ചെയ്യും, ക്രിപ്റ്റോ മാർക്കറ്റ് നോക്കും. ബിറ്റ് കോയിൻ ഒരു 100K 130 ആയാൽ പോലും നമുക്ക് കിട്ടുന്ന ലാഭം $500. അതേസമയം ഈ കോയിൻ ഒരു ഓൾ ടൈം ഹൈ അടിച്ചാൽ എനിക്ക് കിട്ടുന്ന ലാഭം $2000. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും ഫസ്റ്റ് തന്നെ നമ്മളെല്ലാ എമൗണ്ടും നമ്മൾ ചെറിയ കോയിൻസിലിടല്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളെ ആ എമൗണ്ട് തന്നെയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ എമൗണ്ട് എങ്ങനെ ലോ ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റിനേക്കാൾ നല്ലത് ഒരു അസറ്റിലേക്ക്, നിങ്ങളുടെ ഒരു ഗോൾഡിലേക്കൊക്കെ മാറ്റുന്ന പോലെ കൈമേൽ ബാങ്കിൽ വെച്ച പൈസ പോകും അല്ലെങ്കിൽ ചിലവായി പോകുന്ന ആറ്റിറ്റ്യൂഡിൽ ഒരു അസറ്റ് ട്രാൻസ്ഫോർമേഷൻ പോലെ അത് ചെയ്യണം. അല്ലാണ്ട് ക്രിപ്റ്റോയിലേക്ക് നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ആവേശത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിലേക്ക് വരും. അവരെന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ കോയിൻ മതി, ഈ കോയിനിലാണെങ്കിൽ ഇത്രയും റിട്ടേൺസ് ഉള്ളൂ, ഈ കോയിനാണെങ്കിൽ ഇത്രയും. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഈ ടോപ്പിൽ തീരത്തിനെല്ലാം ട്രസ്റ്റ് ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഭാവി കാണുന്ന അത്ര റിട്ടേൺസ് ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾ ക്യാഷ് വളരെ സേഫ് ആയിരിക്കും. നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടില്ലേ, ഉദാഹരണത്തിന് മന്ത്ലി നീ 2000 നിങ്ങളൊരു ഈ പറയുന്ന ബിറ്റ് കോയിനിലോ ബാക്കിയുള്ള സ്മോൾ കോയിൻസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഗുണം എന്താ, നിങ്ങൾ ഈ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ 2000 നിങ്ങൾ ചായ കുടിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പെട്രോൾ അടിച്ചിട്ടോ അത് പോകും. ആ പൈസ നിങ്ങൾ അവിടെ ലോക്ക് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി ബിറ്റ് കോയിൻ നാളെ ഒരു ഓൾ ടൈം നിങ്ങൾ ആവറേജ് SIP ചെയ്യും, അതൊരു ഓൾ ടൈം ആയി അടിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ റിട്ടേൺസ്. അതായിരിക്കണം നമ്മൾ എയിം. അല്ലാണ്ട് ഒറ്റയടിക്ക് ഞാൻ $100 1000 ആക്കാം, അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എമൗണ്ട് കുറേ നാൾ സ്റ്റക്ക് ആവുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ ലക്ഷ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഇൻവെസ്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് ഫണ്ട് പോകുന്നത് മാക്സിമം തടയിടുക. ഞാൻ 1000-10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വരുമാനമുള്ള ഒരാളെ നിന്ന് എപ്പോഴും $1 പോലും ബാക്കിയില്ല. അതുകൊണ്ട് എനിക്കൊരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ വേണം. അവിടെയാണ് ഈ ബിറ്റ് കോയിൻ ഓപ്ഷൻസ് വരുന്നത്. എന്നിട്ട് ആവറേജ് ചെയ്യുക. 100K കഴിഞ്ഞ് 90K 50K. അമേരിക്ക, ബ്ലാക്ക് റോക്ക്, മൈക്രോ സ്ട്രാറ്റജി, ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് എയിം എങ്ങനെയാണ്, ഇതിപ്പോൾ ഇവരൊക്കെ ബൈ ചെയ്തുകൊണ്ടൊക്കെയാണ്. ബ്ലാക്ക് റോക്ക് ബൈ ചെയ്യുന്നു, MSTR ബൈ ചെയ്യുന്നു, എല്ലാവരും ബൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനൊരു സപ്ലൈ ഷോക്ക് വരുമ്പോഴാണ് ഇതിന് പെട്ടെന്നുള്ള ബൂസ്റ്റ് ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഒന്നുമില്ല എന്നുള്ളൊരു തോന്നൽ എന്ന് കരുതി ഇന്ന് ആവേശമായിട്ട് അന്നൊരു കാര്യം ചെയ്യും, ഇന്ന് ഞാൻ ഒരു 10 ലക്ഷം ഇടാം എന്നല്ല. പതിയെ അവസരങ്ങൾ ഇനിയും വരും. ഒറ്റയടിക്ക് 10 ലക്ഷം ഇടുക എന്നിട്ട് പിന്നെ നോക്കി വെക്കുക, അങ്ങനെയൊന്നും വേണ്ട. പതിയെ നിങ്ങൾക്ക് ഒരു SIP മോഡൽ, മാസം നിങ്ങൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങൾ ചെയ്താൽ മതി. അത് വേറെ ആരെയും സഹായം ചോദിച്ച് നീ ഇൻവെസ്റ്റ് ചെയ്തരോ അങ്ങനെയൊന്നും ചെയ്യണ്ട. ആർക്ക് പൈസ അയച്ചു കൊടുക്കൊന്നും വേണ്ട. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ബിനാൻസ് എടുക്കുക, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ കോഴ്സ് നിങ്ങൾ തന്നെ ചെയ്യുക. USDT ബൈയിങ് ഓപ്ഷൻസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. അല്ലാണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ, വേറെ ആരും ചിലപ്പോൾ പറയും ഞാൻ എനിക്ക് ബിറ്റ് കോയിൻ വാങ്ങിത്തരാം എൻ്റെ അക്കൗണ്ടിൽ വെക്കുക, അതൊന്നും ചെയ്യണ്ട. നിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്റെ ഇത് വെച്ചിട്ട് നീ സൂക്ഷിക്കുക, ഡെയിലി അപ്ഡേറ്റ്സ് നോക്കുക, അത്ര മാത്രം ചെയ്യുക. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറേ ആളെ നിന്ന് പൈസ കൊടുത്ത് അവർ വാങ്ങിത്തരുമോ നോക്കുക, അതൊന്നും ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ബൈയിങ് അറിയില്ല, എങ്ങനെ ബിറ്റ് കോയിൻ ബൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് ബിനാൻസ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ജസ്റ്റ് മെസ്സേജ് അയക്കുക, ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് വേറെ ആളെ എത്തിച്ചിട്ടോ വേറെ ആളെ കൊണ്ട് ബൈ ചെയ്യാൻ പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, ക്രിപ്റ്റോ അക്യുമുലേറ്റ് ചെയ്യുന്നല്ലോ, ഞാൻ അതിനെ കുറിച്ച് നോക്കട്ടെടാ. ക്യാൻ വി മീറ്റ് സാൻഡ ഇൻ ബാംഗ്ലൂർ? അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. ഓക്കെ എന്നാൽ ഓക്കെ, നമുക്ക് അടുത്ത് സംസാരിക്കാം.